ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. ദിസ് ഈസ് അബ്ദുൾ റാഷിദ് ഫ്രം മോട്ടീവ്സ് അക്കാഡമി ചെറുപ്പശ്ശേരി. ഈ ഒരു HTML CSS ജാവാസ്ക്രിപ്റ്റിൻ്റെ കോഡിംഗ് മാരത്തോണിൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇത്തരത്തിലുള്ള ഒരു നാവിഗേഷൻ ബാർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും അതിലൊരു സെർച്ച് വെച്ചിട്ടുണ്ട്. ഈ ഹിഡൻ സെർച്ച് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സെർച്ച് ചെയ്യേണ്ട ആ ഒരു ടെക്സ്റ്റ് ഫീൽഡ് ചെറിയൊരു അനിമേഷനോട് ഇങ്ങനെ വരികയും വീണ്ടും അതിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്, വീണ്ടും അതിനെ ഈസ് ഔട്ട് ആക്കി കളയുന്ന ഒരു സെർച്ച് ബാറും കൂടെ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ അസൈൻമെൻറ്റിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താണ് ഇവിടെ നമ്മളുടെ HTML സ്ട്രക്ചർ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഞാൻ എന്ത് പറഞ്ഞു, ഒരു H1 പറഞ്ഞിട്ട് നാവ് ബാർന്ന് ടൈപ്പ് ചെയ്തു. ഇനി നമുക്കെന്താണ് ഇതിനെ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ഗോ ലൈവിൽ പോയി കഴിഞ്ഞാൽ നമ്മളുടെ വെബ് പേജ് ഇവിടെ ഓപ്പണായി. നമുക്കെന്താണ് ഇവിടെ നാവ് ബാറിന്ന് കാണാൻ വേണ്ടി പറ്റും. ഇനി നമുക്കെന്താണ് നാവ് ബാറിൽ വേണ്ടത്, നമുക്ക് 3 മെനൂസ് ആണല്ലേ, 4 മെനൂസാണ്. ആ മെനൂസ് ഏതൊക്കെയാണ്? ഒരു ഹോം എന്ന് പറഞ്ഞിട്ട്, ന്യൂസ് എന്ന് പറഞ്ഞിട്ട്, അബൌട്ട് എന്ന് പറഞ്ഞിട്ട്, പിന്നെന്താണ് നമ്മുടെ സെർച്ച് ബട്ടൺ വേണം നമുക്ക് വേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താണ് UL ക്രിയേറ്റ് ചെയ്തിട്ട് അൺനോട്ടഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത്തരത്തിലുള്ള ഒരു നാവിഗേഷൻ ബാർ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അൺനോട്ടഡ് ലിസ്റ്റിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് പറഞ്ഞു, ഒരു ലിസ്റ്റ് ഐറ്റത്തെ പറഞ്ഞു. ഈ ലിസ്റ്റ് ഐറ്റത്തിൻ്റെ ഉള്ളിൽ എനിക്ക് വരേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഹോം എന്നാണ് വരേണ്ടത്. ഞാൻ എന്ത് ചെയ്തു, ഹോം എന്ന് കൊടുത്തു. ഇപ്പം നമുക്കെന്താണ് ഇവിടെ ഹോം എന്ന് വന്നിട്ടുണ്ട്. ഇനി എനിക്ക് അടുത്തത് വേണ്ടത് ന്യൂസ് എന്നാണ്. സോ ഞാൻ എന്ത് പറഞ്ഞു, ന്യൂസ് എന്ന് കൊടുത്തു. അടുത്ത ലിസ്റ്റ് ഐറ്റത്തിൽ ഞാൻ എന്ത് പറഞ്ഞു, അബൌട്ട് എന്നാണ് എനിക്ക് വരേണ്ടത്. ഞാൻ അബൌട്ട് എന്ന് കൊടുത്തു. നമുക്കെന്താണ് ഈ അബൌട്ട് എന്ന് വന്നിട്ടുണ്ട്. ഇനി എന്താണ് നെക്സ്റ്റ് വരേണ്ടത്, നമുക്ക് സെർച്ചാണ്. സോ ഞാൻ ജസ്റ്റ് ഇപ്പോൾ എന്ത് ചെയ്യാൻ, സെർച്ച് കൊടുത്തിട്ട് ഈ ഒരു ലിസ്റ്റ് ഐറ്റത്തിന് ഡിഫോൾട്ടായിട്ട് കുറച്ച് മാർജിൻസും പാഡിങ്ങും അതുപോലെ തന്നെ ഒരു ബുള്ളറ്റ് സ്റ്റൈലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഓട്ടോമാറ്റിക്കായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്കെന്താണ് ഇവിടെ അത്തരത്തിലുള്ള ഒരു CSS നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്തുകൊണ്ട് ഇതിനെ നമുക്ക് എങ്ങനെ ഒരു സെർച്ച് നാവിഗേഷൻ ബാർ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്കെന്താണ് നമ്മളുടെ CSSൻ്റെ വീഡിയോയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സോ അതിനു മുമ്പ് തന്നെ നമുക്കെന്താണ് ഇതിനൊരു ഹൈപ്പർ ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യണം, ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യണം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ് നമുക്ക് എവിടേക്കാണ് ഈ ലിങ്ക് പോകേണ്ടത്, നമ്മളൊരു സ്പെസിഫിക് ലൊക്കേഷൻ കൊടുക്കുമ്പോൾ ആ ലൊക്കേഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, പോകണം. അതിന് വേണ്ടിയിട്ട് എന്താണ് ഈ ആങ്കർ ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താണ് ഹൈപ്പർ ടെക്സ്റ്റ് റെഫറൻസ് കൊടുക്കും. ആ ഹൈപ്പർ ടെക്സ്റ്റ് റെഫറൻസിൻ്റെ ഉള്ളിൽ നമുക്കൊന്നുമില്ലെങ്കിൽ www. എന്താണ് ഏത് വെബ്സൈറ്റിലേക്ക് പോകുന്നത്, facebook.com ആണെങ്കിൽ facebook.com ക്ലിക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഹോമിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഫേസ്ബുക്കിലേക്ക് പോകും. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ എന്താണ് www.facebook.com എന്ന് പറഞ്ഞു. facebook.com എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇനി ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് അവിടെ എന്താണ് നമ്മൾ ഈ HTTPS എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് എന്താണ് എറർ വരുന്നതായിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്തു, റിഫ്രഷ് ചെയ്തു ഹോമിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് ആ ഒരു ഫേസ്ബുക്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റീഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഞാനിവിടെ എന്ത് പറയാണ്, നമുക്ക് ഒരു ഈ പേജിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു സബ് പേജിലേക്കാണ് പോകുന്നതെങ്കിൽ ഇപ്പം ഞാനെന്ത് പറഞ്ഞു, ഇവിടെ home.html എന്ന് പറഞ്ഞു, home.html എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെന്താണ് നമ്മുടെ HTML എന്ന് പറയുന്ന ഒരു പേജിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, റീഡയറക്റ്റ് ചെയ്യുക. സോ ഞാനിവിടെ ഇനി നിങ്ങൾ നോക്കുക, ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടോ, അപ്പോൾ നമുക്ക് home.html എന്ന് പറഞ്ഞ പേജിലേക്കാണ് പോയത്. ഈ home.html എന്താണ് നമ്മളുടെ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഉള്ളിൽ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്ത് കാണിച്ചില്ല, അതിനെ ഡിസ്പ്ലേ ചെയ്ത് കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല. സോ അതുപോലെ തന്നെ ഞാൻ എന്താണ് ഈ ഒരു ഹൈപ്പർ ടെക്സ്റ്റ് ഞാൻ എല്ലാത്തിനും അപ്ലൈ ചെയ്യാണ്. ഇനി നമ്മളെന്താണ് ഇപ്പോൾ ഇതിന് ഞാൻ ഹോം, ന്യൂസ്, അബൌട്ട്, സെർച്ച് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ പർട്ടിക്കുലർ പേജിലേക്ക് കണക്ട് ചെയ്യണമെന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഫ്യൂച്ചറിൽ 1 പേജ് ആപ്ലിക്കേഷനാണ്. സോ ഞാനിവിടെ എന്ത് ചെയ്യാണ്, ഒരു ഹാഷ് കൂടിയും ഇൻക്ലൂഡ് ചെയ്യണം. അത് എന്തിനാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ സാധാരണ രീതിയിൽ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒന്നിൽ കൂടുതൽ പേജുകളിലേക്ക് നിങ്ങൾക്ക് ഹൈപ്പർ ലിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു പേജിൽ നിന്ന് വേറൊരു പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യാൻ എന്താണ് ഈ ഹാഷ് ഇല്ലാതെ കൊടുത്താൽ മതി. ഞാൻ എന്താ ചെയ്യുന്നത്, ഒരു പേജിൻ്റെ ഒരു ഭാഗത്തു നിന്ന് വേറൊരു ആ പേജിൻ്റെ സെയിം വേറൊരു ഭാഗത്തേക്ക് റീഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് കൊടുത്തിട്ടുള്ളത്, ഹാഷ് കൊടുത്തിട്ടുള്ളത്. അതങ്ങനെ തന്നെ നിന്നോട്ടെ. ആ ഡൗട്ട്സ് നമ്മൾ പിന്നീട് വരുന്ന പ്രൊജക്റ്റുകളിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ ക്ലാരിഫൈ ചെയ്യും. സോ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇത് ഈ ലിസ്റ്റ് ഐറ്റത്തിന് ഓക്കെ, ഈ ലിസ്റ്റ് ഐറ്റത്തിൻ്റെ നമ്മൾ കൊണ്ടുപോയി ഇടേണ്ടത്
അറ്റ് ദ എൻഡിലാണ്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ഈ ഒരു ലിസ്റ്റ് ഐറ്റത്തിന് നമ്മളുടെ നാവിഗേഷൻ ബാർ പോലെ നമുക്ക് എന്ത് ചെയ്യണം, ബാക്ക്ഗ്രൗണ്ട് കളർ വേണം. അതുപോലെ തന്നെ ഈ ഒരു ആങ്കർ ടാഗിന് ഡിഫോൾട്ടായിട്ട് കുറച്ച് സ്റ്റൈൽ ഡെക്കറേഷൻസ് അവിടെ വന്നിട്ടുണ്ട്. ഒരു അണ്ടർലൈൻ ഉണ്ട്, ഒരു ബ്ലൂ കളറിലാണ് അത് കാണുന്നത്. സോ അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്തിട്ട് എന്താണ് ഒരു സ്റ്റൈലിഷ് നാവിഗേഷൻ ബാർ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് എന്താണ് നമ്മൾ HTML-ൻ്റെ CSS-ൻ്റെ മാരത്തോൺ ക്ലാസ് നിങ്ങൾ കാണാം. CSS-ൻ്റെ മാരത്തോൺ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എങ്ങനെയാണ് ആ ഒരു നാവിഗേഷൻ ബാർ നമ്മുടെ അൺഓർഡർ ലിസ്റ്റ് യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് കാണാം. സോ ഗൈസ്, സ്റ്റേ ട്യൂൺ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.